നമസ്കാരം. T20 ലോകകപ്പ് പോരാട്ടം സൂപ്പർ 8ലേക്ക് കടക്കുകയാണ്. ഇന്ത്യയുടെ സൂപ്പർ 8ലെ ആദ്യ മത്സരം അഫ്ഗാനിസ്ഥാനെതിരെയാണ് നടക്കാൻ പോകുന്നത്. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി ഒരു മത്സരത്തിനായി. ഈ ഒരു മത്സരം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പിന്നീടുള്ള രണ്ട് മത്സരങ്ങളിൽ ബംഗ്ലാദേശും ഓസ്ട്രേലിയയുമാണ് ഇന്ത്യയുടെ എതിരാളികൾ. അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനെതിരെ എന്ത് വില കൊടുത്തും ഇന്ത്യക്ക് ജയിക്കേണ്ടതായി ഉണ്ട്. എന്നാൽ ഇന്ത്യയുടെ കഷ്ടകാലമാണ് വരാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വിവരങ്ങളെല്ലാം തന്നെ തരുന്ന സൂചന. ഇന്ത്യക്ക് നിരാശയുണ്ടാക്കുന്ന വാർത്ത ഇപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്ന വേദിയിൽ ശക്തമായ മഴ തുടരുന്നു എന്നതാണ്. എന്തായാലും ഈ ഒരു ഇന്ത്യ അഫ്ഗാൻ മത്സരം നടക്കാൻ സാധ്യതകൾ വളരെ കുറവാണ് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ശക്തമായ മഴ ബാർബഡോസിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ എന്ന പോലെ തന്നെ ഇന്നും ശക്തമായ മഴയും ഇടിമിന്നലും ഒക്കെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ 10% മഴ സാധ്യതയായിരുന്നു പ്രവചിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മഴ സാധ്യത 60% മുകളിലാണ്. നാളെയും ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്ന് തന്നെ കാലാവസ്ഥാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മത്സരം നടക്കുന്ന സമയത്ത് ശക്തമായ മഴയാണ് ഇവിടെ പ്രവചിക്കുന്നത്. മത്സരഫലം അറിയാൻ കുറഞ്ഞത് 6 ഓവർ മത്സരമെങ്കിലും നടത്തേണ്ടതായി ഉണ്ട്. അതിന് സാധ്യത ഇല്ല എന്നാണ് നിലവിലെ കാലാവസ്ഥാ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ അഫ്ഗാൻ മത്സരം ഉപേക്ഷിക്കാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ. മത്സരം ഉപേക്ഷിച്ചാൽ ഇരു ടീമുകൾക്കും ഓരോ പോയിന്റുകൾ വീതം ലഭിക്കും. ഈ മത്സരം ഉപേക്ഷിക്കപ്പെട്ടാൽ ഇന്ത്യയുടെ സെമി സാധ്യതകളെ അത് സാരമായിട്ടാണ് ബാധിക്കാൻ പോകുന്നത്. കാരണം അടുത്ത 2 മത്സരത്തിലും മഴ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് ജയിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അഫ്ഗാനെയും ബംഗ്ലാദേശിനെയും തോൽപ്പിച്ച സെമിയിലേക്ക് മുന്നേറാം എന്നായിരുന്നു ഇന്ത്യയുടെ ഒരു പ്ലാൻ. പക്ഷേ നിലവിലെ കാലാവസ്ഥാ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഇന്ത്യക്ക് സെമിയിലേക്ക് എത്താൻ സാധിച്ചേക്കില്ല. ഇന്ത്യയുടെ 3 മത്സരത്തിലും ഇത്തരത്തിൽ വില്ലനായി മഴ നിലനിൽക്കുന്നുണ്ട് മുന്നിൽ. ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ മത്സരത്തിന്റെ ഫലമാണ് നിർണായകമാകാൻ പോകുന്നത്. നിലവിൽ എല്ലാ മത്സരങ്ങൾക്കും മഴ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ മത്സരങ്ങൾക്കാണ് കൂടുതൽ മഴ ഭീഷണി ഉള്ളത്. ആദ്യത്തെ 2 മത്സരം നടന്നിരുന്നെങ്കിൽ ഇന്ത്യക്ക് സെമി പ്രതീക്ഷ സജീവമാക്കാമായിരുന്നു. എന്നാൽ അഫ്ഗാനിസ്ഥാനെതിരായ ആദ്യ മത്സരം തന്നെ മഴ മൂലം തടസ്സപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ ഇന്ത്യയുടെ സെമി സാധ്യതകൾ അഫ്ഗാന്റെയും ഓസ്ട്രേലിയയുടെയും പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും. ഓസ്ട്രേലിയ സെമി കളിക്കാൻ സാധ്യത കൂടുതലാണ്. അഫ്ഗാനാണ് ഇന്ത്യക്ക് ഭീഷണി ഉയർത്തുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലാൻഡിനെ അടക്കം തോൽപ്പിച്ചവരാണ് അഫ്ഗാൻ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മീനുകളായി അവരെ തള്ളിക്കളയാൻ സാധിക്കില്ല. വെസ്റ്റ് ഇൻഡീസ് പിച്ചിലിന്റെ സാഹചര്യത്തിൽ തിളങ്ങാൻ അഫ്ഗാന് സാധിക്കുന്നുണ്ട്. മികച്ച സ്പിൻ കരുത്തുള്ള ടീം കൂടിയാണ് അഫ്ഗാനിസ്ഥാൻ. അതുകൊണ്ട് തന്നെ എല്ലാ എതിരാളികൾക്കും അവർ വലിയ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ 3 മത്സരം ജയിച്ചാണ് എത്തുന്നത്. 4ാമത്തെ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വിൻഡീസിൽ ശക്തമായ മഴ വരുന്ന ദിവസങ്ങളിൽ എന്തായാലും പ്രവചിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ക്രിക്കറ്റ് ആരാധകരെല്ലാം തന്നെ വിഷമത്തിലുമാണ്. എന്തായാലും മിക്ക മത്സരങ്ങളും തടസ്സപ്പെടാനോ ഉപേക്ഷിക്കാനോയാണ് സാധ്യത. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളാണ് ഉള്ളതെങ്കിലും കാര്യങ്ങൾ എന്തായാലും എളുപ്പമാകില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ മാറ്റങ്ങളോടെ അഫ്ഗാനിനെതിരെ ഇറങ്ങുമെന്നാണ് റിപ്പോർട്ട്. കുൽദീപ് യാദവ് പ്ലേയിങ് 11-ൽ എത്തുമ്പോൾ മുഹമ്മദ് സിറാജ് പുറത്തു പോകാനാണ് സാധ്യത. ഇന്ത്യ കഴിഞ്ഞ ദിവസം നെറ്റ്സ് പരിശീലനം അടക്കം നടത്തിയിരുന്നു. ഇതിനിടെ തന്നെ മഴയും പെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ മത്സരം മഴയുടെ വിളയാട്ടമായി മാറാൻ സാധ്യതയുണ്ട്. ഭാഗ്യം തുണച്ചാൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം നടക്കും. ആ മത്സരം നടന്നാൽ വമ്പൻ ജയം നേടിയെടുത്ത് സെമിയോട് അടുക്കാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക. എന്തായാലും മഴയാകും സൂപ്പർ 8 കടമ്പ ആര് കടക്കുമെന്ന കാര്യത്തിൽ നിർണായക തീരുമാനമാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് കാത്തിരുന്നതിനെ കാണേണ്ടിയിരിക്കുന്നു. മഴ വില്ലനാകുമോ അതോ രക്ഷകനാകുമോ എന്നൊക്കെ.